ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ 4ാമത്തെ പാഠഭാഗമായ പൂരം പൊടി പൂരം എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ 3ാമത്തെ പാഠഭാഗമായ എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ക്ലാസ് 2 ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2025-26 എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ അതിൽ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാവാത്തതോ ക്വസ്റ്റ്യൻ ആൻസറുകൾ കിട്ടാത്തതോ ആയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പാഠം 4 പൂരം പൊടി പൂരം. ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. പാടി രസിക്കാം എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം അല്ലേ. അമ്പലഗോപുര നടയിൽ ഒരു ആനക്കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ടമരത്തിൽ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ട്, കാറ്റത്തിളകും ചേമ്പിലെ മാതിരി കാതുകൾ 2 കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4 കൂടുതലുണ്ടു കുറുമ്പക്കൊമ്പന് കൂച്ചുവിലങ്ങുണ്ട്, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ട്, ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട്, ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകുണ്ടേ. അപ്പോൾ ഇത് NK ദേശം എഴുതിയ ഒരു കവിതയാണ്. ആനയെക്കുറിച്ചാണല്ലേ ഈ കവിതയിൽ പറയുന്നത്. ആനയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ആനയുടെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണല്ലേ ഇത്. അപ്പോൾ ഈ കവിത പല പല ഇനത്തിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ചൊല്ലി നോക്കൂ കേട്ടോ. നമുക്കിതിലെ ഒരു ആക്ടിവിറ്റി നോക്കാം. എഴുതാം, കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാം. അപ്പോൾ കവിതയിൽ പറയുന്ന ആനയെക്കുറിച്ച് ആനയുടെ പ്രത്യേകതകളൊക്കെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ. ഉത്തരം നോക്കാല്ലേ. അമ്പലഗോപുരങ്ങൾക്കിടയിൽ കണ്ട ആനയ്ക്ക് തുമ്പിൽ തുളയുള്ള വളഞ്ഞ തുമ്പിക്കൈ ഉണ്ട്. മരത്തിന്റെ ചില്ലകൾ വീഴ്ത്താൻ ശക്തിയുള്ളതാണ് ആ തുമ്പിക്കൈ. ചേമ്പില മാതിരിയുള്ള കാതുകൾ ഉണ്ട്. ആനയുടെ കാലുകൾ കരിങ്കൽ തൂണുകൾ പോലെയാണ്. കുറുമ്പ് കാണിക്കുന്ന ആ കൊമ്പന് കൂച്ചുവിലങ്ങ് ഇട്ടിട്ടുണ്ട്. കുറുവടിയുമായി പാപ്പാൻ ആനയുടെ അടുത്തുണ്ട്. കാണാൻ വലിയ അഴകുള്ളവനാണ് കവിതയിലെ ആന. അപ്പോൾ ഈ ഒരു പ്രവർത്തനം മാത്രമാണ് നമുക്ക് ഈ ഒരു കവിതയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കൊച്ചു കവിതയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ കവിത വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞ് ഈ ഒരു കാര്യം നിങ്ങൾ എഴുതിയെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും കവിത നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു പ്രവർത്തനം നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അതിലുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.